ഞങ്ങൾ അവിടെ വന്ന് പരുന്ത് വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത് വന്ന് പരുന്ത് ബ്രണ്ട് അവനാണ് പരുന്ത്. ഹലോ ഗൈസ്, അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതുവരെയും യൂട്യൂബിൽ ഷോർട്സ് ആണ് ഇടുന്നത്. ഞാൻ ഒരു ന്യൂ കമ്മറാണ് ടു ദിസ് പ്ലാറ്റ്ഫോം. അപ്പം ഞാനിങ്ങനെ വ്ളോഗൊന്നും നേരത്തെ ഒന്നും ചെയ്തിട്ടില്ല. യൂട്യൂബ് ഉണ്ടായിരുന്നു, ബട്ട് വ്ളോഗ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഫേസ്റ്റ്ലി ആണ് ലോങ് വ്ളോഗ് വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഐ പ്ലാൻ ടു ഹാവ് എ ലോങ് വീഡിയോ. കാരണം നേരത്തെയൊക്കെ എനിക്ക് ലോങ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇതും ഇപ്പം ചെയ്തിരിക്കുന്നത് ഞാൻ കറക്റ്റ് പ്രോപ്പർ രീതിയിലല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. മമ്മീനെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഫ്രീ ആണോ, നമുക്ക് ഇന്നിടയിൽ പോയാലോ. അങ്ങനെ പെട്ടെന്നൊരു സഡൻ രീതിയിൽ പ്ലാൻ ചെയ്ത് പോയതാ. അപ്പം ഇന്ന് ആക്ച്വലി അങ്ങോട്ട് പോവുക. ആൻഡ് ഓൾസോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ്, ഹൗ വി ഗോ ദെയർ, അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾ എങ്ങനെ അവിടെ ടിക്കറ്റ് പാസ് എടുത്തു, അതെല്ലാം കംപ്ലീറ്റ് വീഡിയോയിൽ കാണാം. ഈ ജഡായി പാറയിലൊക്കെ പോകുമ്പോൾ മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നേരത്തെ പോകാൻ നോക്കുക. ഹലോ ഗൈസ്, കാർ ഇടാൻ പോലും സ്പേസ് ഇല്ല, അത്രയ്ക്ക് റഷാണ്. ഇവിടെ കൂടുതൽ വരുന്ന നോർത്ത് നിന്നുള്ള ആൾക്കാരാണ്. ഇവിടെ ടിക്കറ്റ്സ് പോലും ബിവറേജിന് ക്യൂ നിൽക്കുന്ന പോലെ വേണം ഇവിടെ നിൽക്കാൻ, ബിക്കോസ് അത്രയും ക്യൂ ഉണ്ട്. ഞാൻ ലോങ് വീഡിയോ ചെയ്യാൻ പോവാ, ആദ്യമായിട്ട് ചെയ്യാൻ പോവാ, എനിക്കറിയത്തില്ല വ്യൂ കിട്ടുമോ. അപ്പം നമുക്ക് ഇനി ടിക്കറ്റ്സിനെ കുറിച്ച് പറയാം. ടിക്കറ്റ്സ് വന്നിട്ട് വാക്ക് വേ ആണെങ്കിൽ 315 റുപ്പീസാണ്, 315 രൂപ. പിന്നെ അല്ലാണ്ട് നമുക്ക് കേബിൾ കാർ എടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് 610 റുപ്പീസാണ്, 610 രൂപയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് 3 വയസ്സ് വരെ ഉള്ളൂ എന്തുവാ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം. അല്ലാതെ 5 വയസ്സിന് എബോ ഉള്ള പിള്ളേരും ഇത്രയും എമൗണ്ട് തന്നെ അടയ്ക്കണം. പിന്നെ എൻ്റെ മമ്മിയുടെയൊക്കെ മുഖം കാണുമായിരുന്നു, കുരിശുമല ഇതിലും കഷ്ടമായിരുന്നു, അല്ലെ ഇത് കുരിശുമലയെ പോലെയാണോ എന്നൊക്കെയാണ് മമ്മിയും ആൻറ്റിയും പറഞ്ഞത്. കാരണം അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര പാടായിരുന്നു വാക്ക് വേ. കാരണം ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഞങ്ങൾ ചെന്നത് ലേറ്റായിട്ടാണ്. അത് കാരണം 4:30 ടിക്കറ്റ്സ് ക്ലോസ് ആവുന്ന ടൈമിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. അത് കാരണം ഞങ്ങൾക്ക് വാക്ക് വേ ടിക്കറ്റ്സേ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ കേബിൾ കാറിൻ്റെത് വന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റഷ് കാരണം നല്ല ലേറ്റ് ആവും. സോ ബെറ്റർ നിങ്ങൾ നടക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലോസ് ആവുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ടിക്കറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ ഒറ്റ കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാമിന വേണം നടക്കാൻ. കാരണം പ്രായം ചെന്നവർക്കും നമ്മൾക്ക് പാരൻസിനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, 5:30 ആകുമ്പോൾ ടിക്കറ്റ് കൗണ്ടേഴ്സ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും, 4:30 ആകുമ്പോൾ കേബിൾ കാറിൻ്റെതും ക്ലോസ് ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് മ്യൂസിയം കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പണി ഇപ്പഴും വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അത് കാരണം മ്യൂസിയം കാണാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു അമ്പലമുണ്ട് ഗൈസ്, എൻ്റെ അകത്ത് തന്നെ അമ്പലമുണ്ട്. അമ്പലത്തിൽ പിന്നെ ഞങ്ങളാരും കയറിയില്ല, ഷൂടാനുള്ള ബുദ്ധിമുട്ട് കാരണം കയറില്ല. പിന്നെ നല്ല സൺറൈസ് കാണാൻ പറ്റും മേലത്തെ ഓഡിറ്റോറിയത്തിൽ. ഇറ്റ് ഈസ് വെരി നൈസ്. കാരണം അതുമല്ല അവിടെ ഒരു ചെറിയൊരു സ്റ്റേഡിയം പോലൊരു സംഭവം ഉണ്ട്, അവിടെ ചായ കുടിക്കാൻ. വടയും ചായയും ഇങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഫുഡൊന്നും ഇല്ല. പിന്നെ ഒന്ന് നിങ്ങൾ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം കാണാനും കുരങ്ങനെ അങ്ങനത്തെ ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ നമ്മൾ കഴിച്ചിട്ടും മാക്സിമം കയറാതിരിക്കാൻ നോക്കുക. കാരണം കഴിച്ചിട്ട് കയറുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും വൊമിറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ വെറും വയറ്റ് കയറണമെന്നല്ല, ഒരു ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന പ്ലാനിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ കേബിൾ കാറിൽ പോവുകയാണെങ്കിൽ വി ക്യാൻ സീ ദ സീനറീസ്, നമുക്കെല്ലാം കാണാൻ പറ്റും. പക്ഷേ നേച്ചറിൻ്റെ റിയൽ ബ്യൂട്ടി കാണണമെങ്കിൽ നമ്മൾ വാക്ക് വേ തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ബോത്ത് ആർ നൈസ്. കഴിവതും നിങ്ങളൊരു 2:30-3:30 ടൈമിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു വെയിൽ കുറഞ്ഞു കിട്ടും, രാത്രി നമുക്ക് തിരിച്ചിറങ്ങുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ബ്യൂട്ടി വേറെ കാണാം. അല്ലാതെ രാവിലെ ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. പരുന്തിൻ്റെ അത് കണ്ട് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കൂടെ ഇപ്പം ആസിഫ് കുര്യാനുണ്ട്, ബാക്കിൽ സോന കുര്യച്ചി, ഒരു കൊച്ചും തള്ളയുണ്ട്, സോനാപ്പി, ബാക്കിൽ കൊച്ചിൻ്റെ തള്ളയുടെ തള്ളയുണ്ട്. കൊച്ചിൻ്റെ അത് അവരെ കാണുന്നില്ലല്ലോ, വരുന്നുണ്ട് ബാക്കിൽ. ഫ്രണ്ടിൽ തള്ളയും കൊച്ചുണ്ട്. മാറ്റി മാറ്റി അങ്ങോട്ട് നീങ്ങി
ഇതാണ് നമ്മൾ കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. ഇത് വന്നിട്ട് കൊട്ടാരക്കര ഭാഗത്തുള്ളതാണ്. എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ ഷോർട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം. നമ്മൾ നല്ല അറേബ്യൻ കുസൈൻസ് ആണ് എടുത്തതും അതുപോലെ ചൈനീസ് ഫുഡും എടുത്തു. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് എക്സ്പ്രഷനൊക്കെ ഇടുവാണെങ്കിൽ കൊള്ളായിരുന്നു. മമ്മി ഹായ്. ഫോട്ടോ എടുക്കുമല്ല, വീഡിയോ നീയാടാ കല്യാണത്തിന് വീഡിയോ എടുക്കുമല്ല, ഇങ്ങോട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും ഇങ്ങനെ തന്നെ. ആക്ച്വലി ഒരു 3:30 ജഡായിപ്പാറയിൽ എത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നൈറ്റ് വ്യൂവും കണ്ട്, രാവിലത്തെ ആ വ്യൂ, ഐ മീൻ ആ നട്ടുച്ചയുള്ള നേരത്തുള്ള വ്യൂവും കണ്ട് നൈസായിട്ട് നമുക്ക് പോകാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മേളിലും താഴെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകും. അപ്പോൾ അതുപോലെ നമ്മൾ ടയർഡ്നെസ് വരില്ല. അപ്പോൾ ആ നേരത്ത് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട്, ആ ഒരു വിശപ്പിൻ്റെ രുചി അമ്മോ. അപ്പോൾ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് ഓൾസോ വീണ്ടും വീഡിയോ കാണുക. ഇതിന് ഫസ്റ്റ് വീഡിയോ ആയിട്ട് നല്ല ഫ്ലോപ്പ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും ഞാൻ ഇത് മാക്സിമം ട്രൈ ചെയ്യും. ഇതിപ്പം ഫ്ലോപ്പാണ്. ഫൈനലി വി റീച്ച്ഡ് ഹോം. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഐ ഹാവ് ഡൺ അറ്റ് മൈ മാക്സിമം. Bye.